ഹായ്, ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പലരും ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു വിഷയം ഞാൻ സംസാരിക്കാൻ കാരണം എനിക്കൊരു യാദർശികമായിട്ടൊരു ആളെ വിളിക്കുകയും അയാളുടെ ലൈഫിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തപ്പോഴാണ് ഈ ഒരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അയാൾ ഇത് ചോദിച്ചു, എന്തിനാണ് ജീവിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് എന്നുള്ള ചോദ്യം അയാളുടെ ലൈഫിൽ ഉണ്ടായതാണ്. അപ്പോൾ അദ്ദേഹം സൂസൈഡിൻ്റെ പക്കത്തിൽ വരെ പോയി തിരിച്ചു വന്ന പല സിറ്റുവേഷൻസ് അദ്ദേഹം ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളിന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പല ആളുകളുടെയും ലൈഫിൽ പറ്റുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെക്കാട്ടിൽ ഉപരി സ്നേഹിച്ച പല വ്യക്തികളെയും ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ഒന്നുമല്ലാതെ ആയെന്ന ഒരു അവസ്ഥ നമ്മുടെ ലൈഫിലൊക്കെ വരാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷൻസുകളിൽ നമുക്ക് ആരുമില്ല, നമ്മൾ എന്തിനു ജീവിച്ചു പോകുമെന്നുള്ളൊരു മെന്റാലിറ്റി മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതിപ്പോ നിങ്ങളായാലും ഞാനായപ്പോലും ആ സാഹചര്യത്തിൽ അങ്ങനെ തന്നെയാണ് വരിക. പക്ഷെ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ നമുക്ക് ആരും ഉണ്ടായിരുന്നില്ല, നമ്മൾ മരിച്ചു പോകുമ്പോഴും നമ്മൾ ആരെയും കൊണ്ടുപോകുന്നില്ല. ഈ ഒരു റിയാലിറ്റി ചിന്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഒരു മൈൻഡിൽ നമ്മൾ ജീവിച്ചു പോകുന്നതാണ്. ഇവിടെ വരുമ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുന്നു. ഇപ്പൊ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് സ്കൂൾ പഠിക്കുമ്പോൾ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അത് കഴിഞ്ഞ് കോളേജിൽ പഠിക്കുമ്പോൾ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അത് കഴിഞ്ഞ് നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വേറെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അത് പറഞ്ഞ് കുട്ടിക്കാലത്ത് തന്നെ സുഹൃത്തുക്കൾ ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിക്കോണമെന്നില്ല എല്ലാവരും. ഇപ്പൊ പല ആളുകളും നമ്മളൊന്ന് വിട്ടു പിരിയേണ്ട ആളുകളാണ്. അപ്പൊ വിട്ടു പിരിഞ്ഞേ പറ്റുള്ളൂ. ആ ഒരു റിയാലിറ്റിയിലേക്ക് വരിക നമ്മൾ. ആ റിയാലിറ്റിയിൽ നിന്ന് ചിന്തിച്ചാൽ മാത്രമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് മാറി ചിന്തിക്കാൻ പറ്റുള്ളൂ. പല ആളുകൾക്കും ഇപ്പോൾ ഇതിനിടയ്ക്ക് ഇതേപോലെ തന്നെ വേറെ വിഷയമായി വിളിച്ച ഒരാളുണ്ടായിരുന്നു. അവരും പ്രശ്നം, അദ്ദേഹത്തിന് ലൈഫിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വീട്ടുകാർക്ക് അത് എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് ഒരിക്കലും താല്പര്യമില്ലാത്ത ജോലിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ജോലിയിലേക്ക് മാറണമെങ്കിൽ വീട്ടിലത്തെ സമ്മതം വാങ്ങണം, വീട്ടിലത്തെ പ്രാരാബ്ദം, ബുദ്ധിമുട്ടുകൾ. പക്ഷെ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ജോലിയിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് മനസ്സമാധാനം ഉണ്ടായിരിക്കും, സന്തോഷം ഉണ്ടായിരിക്കും. അദ്ദേഹം ഇപ്പൊ കിട്ടുന്ന സാലറികൾ ഡബിളോ ത്രിബിളോ ശമ്പളമോ അദ്ദേഹത്തിന് കിട്ടുമായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് ഒന്ന് മാറിയാൽ തന്റെ EMI മുടങ്ങുകയോ എന്നുള്ള ടെൻഷൻ, വീട്ടിലത്തെ സാഹചര്യങ്ങളെ കുറിച്ചുള്ള ഓർത്തുള്ള ടെൻഷൻ, വീട്ടുകാരെ അതിലേക്ക് മാറണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ടെൻഷൻ, അങ്ങനെ പല രീതിയിൽ എല്ലാവരുടെ ലൈഫിൽ ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ ഒരാൾ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ കോൺഫിഡൻസ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളിൽ അതെല്ലാം നമുക്ക് ഉള്ളിലുള്ളതാണ്. അതിന് പുറത്തേക്ക് വരണമെങ്കിൽ നമ്മൾ വേറൊരാളുടെ സഹായം ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഞാനത് ചെയ്തോട്ടെ. അപ്പൊ അവൾ പറയുന്നത് വേണ്ട. അപ്പൊ നമ്മളവിടെ അപ്പൊ അയാൾക്ക് വേണ്ടിയാണ് നമ്മൾ പല. പക്ഷെ നമ്മുടെ ലൈഫില് ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കാണുണ്ടായി. ഒരു ബുക്ക് വായിച്ചതാണ് വീഡിയോ കണ്ടതെന്ന് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഒരു കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ ഒരു കഥയാണ് ഉണ്ടായിരുന്നത്. ഫേസ്ബുക്കിൽ യൂട്യൂബിലോ കണ്ടെന്ന് എനിക്ക് ഓർമ്മ കറക്റ്റായിട്ട്. അപ്പോൾ തൻ്റെ അമ്മ തൻ്റെ കുടുംബത്തിനും മക്കൾക്കും ഭർത്താവിനും വേണ്ടി ജീവിതത്തിലെ തൻ്റെ സാഹചര്യങ്ങളെയൊക്കെ മാറ്റി നിർത്തി ജീവിച്ചു പോകുന്ന സമയത്ത് സുപ്രഭാതത്തിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു സാഹചര്യം വന്ന സമയത്ത് അവരാരും ഉണ്ടായിരുന്നില്ല. അപ്പൊ അമ്മ പറയാണ്, എനിക്ക് ഇങ്ങനെ കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ നടത്തിയില്ല എന്ന് പറയാം. അപ്പോൾ അവര് തിരിച്ചു പറയുന്നതിന് മറുപടിയാണ് അങ്ങനെ, എന്തുകൊണ്ട് നിങ്ങളത് ചെയ്തില്ല എന്നുള്ളത്. പക്ഷെ അന്ന് അമ്മ ആ സാഹചര്യങ്ങൾ അവിടെ ചെയ്തിരുന്നെങ്കിൽ ഇന്നുള്ള സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാവുന്ന കുട്ടികൾക്കാണെങ്കിൽ ഹസ്ബൻഡിനുള്ള സാഹചര്യങ്ങൾ അതുപോലെ ആവില്ലായിരുന്നു. അപ്പൊ അവര് ചിന്തിക്കുന്നില്ല. എല്ലാവരും തന്റെ ലൈഫില് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്വന്തമായി ഒരു 10 രൂപ ഉണ്ടാക്കാൻ പഠിക്കുന്ന സമയത്ത് മറ്റുള്ളവർ നമുക്ക് ചെയ്ത പല സഹായങ്ങളും മറക്കുകയാണ് ചെയ്യുന്നത്. അവന്റെ പൊസിഷൻസ്, അവനെത്തിയ സംഭവങ്ങൾ. അപ്പൊ അവിടെ നമ്മൾ മുന്നിൽ കാണുന്ന ബാക്കിയുള്ളവരെയും ചെറുതായി കാണാണ്. അവർ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ പല വിട്ടുവീഴ്ചകളും ചെയ്തുകൊണ്ടായിരിക്കാം ആ ഒരു വ്യക്തി ആ ഒരു കുടുംബത്തെ നോക്കി വളർത്തുന്നത്. അപ്പൊ തന്റെ ആ ഒരു ഹെൽത്ത്, വെൽത്ത്, ആ ഒരു ഏജ്, വയസ്സ് എല്ലാം അതിനുവേണ്ടി ത്യജിച്ചിരിക്കുകയാണ്. ഇത്രയും ത്യജിച്ച് ഒരു മനുഷ്യൻ തന്റെ ലൈഫിലേക്ക് വരുമ്പോൾ, അവരെ കുടുംബത്തിന് വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ, ആ സാഹചര്യങ്ങളെ മൊത്തം മാറ്റി നിർത്തി ചിന്തിക്കാൻ പറ്റുന്ന ആ ഒരു വീട്ടുകാരുടെ അല്ലെങ്കിൽ അവരുടെ അവസ്ഥയെ കുറിച്ച് പറയാം. നോക്കി അപ്പൊ അതുവരെ കഷ്ടപ്പെട്ട ആ വ്യക്തിയുടെ വാല്യൂ ഇല്ല. എനിക്ക് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടി കൂടി ജീവിക്കാൻ പഠിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ പഠിക്കുക. പിന്നീട് നിങ്ങളുടെ സാഹചര്യത്തിൽ ഇത്തരമുള്ള വാക്കുകളോ തർക്കങ്ങളോ വരുന്ന സമയത്ത് നമ്മൾക്ക് കഴിഞ്ഞു പോയ വർഷങ്ങളോ ആ ഏജോ പ്രായമോ ആരോഗ്യം തിരിച്ചു കിട്ടിയെന്ന് വരില്ല. നമുക്ക് കുറച്ച് സമയമുള്ളത് ഭൂമിയിലുള്ളത്, ജനിക്കുന്നതിനും മരിക്കുന്നതിനും ഇടയിലെ കുറച്ച് സമയം. അത് എപ്പോൾ വേണമെങ്കിൽ ആവാം. മരണമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ്.
അപ്പൊ അതുകൊണ്ട് ഓരോ നിമിഷവും എൻജോയ് ചെയ്ത് ജീവിക്കുക എന്ന് ഞാൻ പറയുള്ളൂ. അയച്ചിട്ട് ആരും നോക്കണ്ട എന്നുള്ളതല്ല, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി കൂടി ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമല്ല ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ ഇങ്ങനെ പറയേണ്ട ഒരു വീഡിയോ അല്ല, പക്ഷെ ആ ഒരു കൗൺസിലിംഗ്, ആ ഒരു ആൾ വിളിച്ച് സംസാരിച്ചപ്പോൾ ഇത്തരമുള്ളൊരു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പല ആളുകളും നേരിടുന്ന ഒരു പ്രശ്നമാണ് എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് നമ്മളിതൊന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഇന്ന് വിഷയം വേറെ ആയിരുന്നു. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പഠിക്കുക. ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കുക. ഭൂമിയിൽ വന്ന കുറച്ച് സമയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി നമ്മൾ മാറ്റി നിർത്തുക, നമുക്ക് വേണ്ടി ജീവിക്കുക. നമ്മൾ നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയെയും നമുക്ക് സഹായിക്കാൻ പറ്റും. അപ്പൊ ആ ലെവലിലേക്ക് വളരാനുള്ള സാഹചര്യങ്ങൾ, നിങ്ങളുടെ സ്കില്ലുകളോ കഴിവുകളോ എന്ത് വിചാരിച്ചു, നിങ്ങൾ എഡ്യൂക്കേഷനോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഡ്രീമിലേക്ക് ഏറ്റവും ഉയർന്ന പൊസിഷനിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഒരുക്കുക. പിന്നെ എല്ലാവരുടെ ലൈഫിലും നല്ല കാര്യങ്ങൾ മാത്രം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ.